എല്ലാവർക്കും അഡ്രിനാലിനേഷൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സൈക്ലിംഗ് അല്ലാട്ടോ ചെയ്യണേ, എന്നാലും സൈക്കിളുണ്ട്, ഇച്ചിരി കസ്റ്റം ബിൽഡാണ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മൾ ഇന്നൊരു ഡ്രിഫ്റ്റ് ട്രൈക്ക് ബിൽഡ് ചെയ്യാൻ പോവാണ്. അച്ഛന്മാരെ ഇതാണ് കേട്ടോ നമ്മുടെ ഐഡിയ, ഡ്രിഫ്റ്റ് ട്രൈക്ക്. ഇതിന് ഡ്രിഫ്റ്റ് ട്രൈക്ക് എന്ന് പറയും. നൈസായിട്ട് സൈക്കിളിൻ്റെ ബാക്കിലോട്ട് ഈ ഒരു പീസ് വെൽഡ് ചെയ്ത് വെക്കുന്ന പരിപാടിയാണ്. ഇതൊരു ഡ്രിഫ്റ്റ് ലെവർ പോലെയാണ്. ഇത് ഇവത്തേലോട്ട് വരും. ഇത് എന്നിട്ട് ഇവിടെ ഞങ്ങളൊരു പട്ട അടിച്ചിട്ട് നൈസായിട്ട് ഇങ്ങോട്ട് ക്രോസ് കൊടുക്കും. എന്നിട്ട് ബേസിക് ഉദ്ദേശം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് അടിച്ചാൽ ഡ്രിഫ്റ്റ് അടിക്കുന്നത്. അപ്പോൾ ഈ വീല് കണ്ട ഈ സാധനം ഇങ്ങനെ ഈ ഒരു ആക്ഷൻ കിട്ടും. അതാണ് നമ്മുടെ മെയിൻ ഐഡിയ. എന്നിട്ട് ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെയ്തേക്കണം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും 3x2 സ്ക്വയർ ട്യൂബാണ്. അപ്പോൾ ആ സ്ക്വയർ ട്യൂബ് നമ്മൾ കടയിൽ കൊണ്ടുപോയിട്ട് വെൽഡ് ചെയ്താണ്. ഇത് കാർട്ട് വീൽസാണ്. കാർട്ട് വീൽസ് ഇത് 4 മേടിക്കുമ്പോൾ ഒരു ഏകദേശം 800 രൂപ കൊണ്ട് റേഞ്ച് ആയി. ഇത് നൈസായിട്ട് ഇങ്ങനെ തന്നെ എളുപ്പ പരിപാടി കാണിച്ചു. ഇതാണ് നമുക്ക് നൈസായിട്ട് പിടിപ്പിക്കുക. വെൽഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ കൂടുതൽ പരിപാടിയൊക്കെ പാടല്ലേ. വണ്ടി ഇങ്ങനെ സെറ്റ് ചെയ്തു. ഇതിപ്പം ഇതിൻ്റെ പരിപാടി എന്ന് വെച്ചാൽ ഇതണ്ട ഇങ്ങനെ ഓടുമ്പോൾ ഇത് എല്ലായിടത്തോട്ടും കറങ്ങും. ഇത് ലെവലിൽ നിൽക്കുമ്പം. അപ്പോൾ ഈ രീതിയിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ ഡ്രിഫ്റ്റ് അടി തന്നെ. അല്ലാത്ത നോർമൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിടക്കും. ഇങ്ങനെ കിടന്നു പോന്നു കഴിഞ്ഞാൽ ഇത് ടയർ കണ്ട ഇതിപ്പം ഗ്രൗണ്ട് അണ്ണിയോനായതുകൊണ്ടാണ് ആ സീങ്ങനെ. ഇതിപ്പോൾ ഇങ്ങനെ പോകുള്ളൂ. ഇതണ്ട നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കറങ്ങാൻ പറ്റില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങിയാൽ ഇങ്ങനത്തെ പിടുത്തം വരും. അപ്പോൾ അങ്ങനെ വരുമ്പം നമ്മുടെ വണ്ടി സ്ട്രെയിറ്റ് പോകും. നമ്മൾ ഈ ഡ്രിഫ്റ്റ് ലിവർ ഇവത്തേലോട്ട് കൊടുത്തു കഴിയുമ്പം ഇങ്ങനെ വലിച്ചു പിടിക്കുമ്പോൾ ഇതിങ്ങനെ പോകും. ഇങ്ങനെ പോയിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ചുറ്റും കറങ്ങാം. നമ്മൾ ഇത് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കളയും. ഇത് ഒരു പീസ് പിന്നെ ഇവിടെ നിന്ന് കട്ട് ചെയ്യും. ആ സാധനം മാത്രം ഇവിടെ വെൽഡ് ചെയ്ത് കൊടുക്കും. ഇത് ഈ ഒരു പൈപ്പ് ഇവിടെ വെൽഡ് ചെയ്ത് കൊടുക്കും. ഇത് നേരെ എടുത്തിട്ട് ഇങ്ങോട്ട് വെൽഡ് ചെയ്യും. അപ്പം നമുക്കെന്നാൽ നേരെ കട്ട് ചെയ്തേക്കാം അല്ലേ. അപ്പം നൈസ് പ്രോ കട്ടിങ് തുടങ്ങിയേക്കാം. ഇതാണ് കേട്ടോ നമ്മൾ പറഞ്ഞ ഡ്രിഫ്റ്റ് ട്രൈക്ക്. നമ്മൾ ഫുള്ള് ബിൽഡ് കംപ്ലീറ്റ് ആക്കി. നമ്മളെല്ലാം മൊത്തം ഒന്ന് വെൽഡ് ചെയ്ത് റെഡിയാക്കി. അവിടെ കൊണ്ട് വെൽഡ് ചെയ്ത് റെഡിയാക്കി. ജസ്റ്റ് ബ്ലാക്ക് പെയിൻറ്റ് മേടിച്ചിട്ട് ആ വൃത്തിയോടൊന്ന് മാറാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ലെയർ ബ്ലാക്ക് പെയിൻറ്റ് അടിച്ച് വിട്ടിട്ടുണ്ട്. എല്ലാം ഫുൾ അസംബിൾ ചെയ്ത് റെഡിയാക്കി. നമ്മൾ ചെറിയ ഫുഡ് റെസ്റ്റ്, ഈ ഫുഡ് റെസ്റ്റ് നമ്മൾ ഈ സൈക്കിളിന് തന്നെ ഫുഡ് റെസ്റ്റ് മേടിക്കാൻ കിട്ടും. അതിവിടെ ജസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു 14 ബോൾട്ട് വന്നിട്ട് നെട്ട് വന്നിട്ട് ഇങ്ങോട്ട് നീണ്ടിരിക്കുകയാണ്. ആ സാധനം മേടിക്കാൻ വിട്ടുപോയിട്ട് ജസ്റ്റ് ഒരു ഇലക്ലാമ്പ് അവിടെ അടിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ സൈക്കിളിൻ്റെ തന്നെ ഫ്രണ്ട് ബ്രേക്ക് അതൊക്കെ റെഡിയാക്കി മൊത്തത്തിൽ ഉഷാറാക്കിയിട്ടുണ്ട്. നമ്മുടെ ഹാൻഡ് ബ്രേക്ക് അല്ല, ഡ്രിഫ്റ്റ് ലിവറൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ അടിക്കുമ്പോൾ ഇങ്ങനെ പോകും. ഇച്ചിരി ആക്ഷൻ കൂടി പോയി സാധനത്തിൻ്റെ ഒരു അളവെടുത്തിൽ ഇച്ചിരി മാറിപ്പോയതാണ്. അതിനൊന്ന് അടുത്ത പ്രാവശ്യം ഒന്ന് റെഡിയാക്കി എടുക്കണത്. പിന്നെ നമ്മൾ ആ ഹിഞ്ചിൻ്റെ മെക്കാനിസം കറക്റ്റ് കാണിച്ചില്ലായിരുന്നല്ല. ഹിഞ്ചിൻ്റെ വർക്കിംഗ് നൈസായിട്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തേക്കണേ. ഇത് രണ്ട് പൈപ്പുകൾ എടുത്തേക്കണാണ്. ഇതിപ്പം വലിയ പൈപ്പ്, അതിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് കാരണം വേറൊരു പൈപ്പ്. ഈ പൈപ്പ് സ്ട്രെയിറ്റ് അങ്ങേറ്റം വരെ ചെല്ലുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ പുറത്ത് ഈ പൈപ്പ് ഇട്ടിട്ട് ഈ പൈപ്പ് 3 പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തു. ഇതുണ്ട്, ഇത് കാണുന്ന പോലെ ഇവിടെ ഒരു കട്ട്, ഇവിടെ ഒരു കട്ട്, ഇതൊരു കട്ട്. എന്നിട്ട് ഈ പീസ് ഈ പട്ടയിലോട്ട് വെൽഡ് ചെയ്തു. ഇതുണ്ട്, ഈ പട്ടയിലോട്ട് ഈ പീസ് ഈ പട്ടയിലോട്ട് ട്യൂബിലോട്ട്. അതുപോലെ ഈ 2 പീസുകളും ഇങ്ങോട്ട് വെൽഡ് ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ നമുക്ക് ആ ഒരു ഹിഞ്ചിൻ്റെ മെക്കാനിസം കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ചെയ്തേക്കണത്. അതുപോലെ തന്നെ നമ്മളിവിടെ ഒരു സ്റ്റോപ്പർ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ വന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു സ്റ്റോപ്പർ മെക്കാനിസമായിട്ട് ഇവിടെ ചുമ്മാ ഒരു ചെറിയ സ്പോട്ട് അടിച്ച് ജസ്റ്റ് ഒരു കമ്പി വെച്ച് സ്പോട്ട് അടിച്ച് വിട്ടാണ്. അപ്പോൾ അത്ര സെറ്റ് ചെയ്തിട്ട് നമ്മുടെ ഡ്രിഫ്റ്റ് ട്രൈക്ക് നമ്മൾ പണിത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ മച്ചാന്മാരെ സാധനം റെഡിയായ സ്ഥിതിക്ക് നമുക്ക് ഇറങ്ങിയിട്ട് 2 ഡ്രിഫ്റ്റ് അടിച്ചേക്കാം അല്ലേ. ഓക്കെ, പിന്നെ നേരെ ഡ്രിഫ്റ്റിങ്. അത് കിടക്കട്ടെ. നമുക്ക് ഇറക്കം മാത്രമേ സാധനം ഓടിക്കാൻ പറ്റുള്ളൂ. അതൊരു കാര്യമാണ്.
മച്ചാന്മാരെ ഇത് നമ്മുടെ ഡ്രിഫ്റ്റിംഗ് സീരീസിൻ്റെ ജസ്റ്റ് തുടക്കമാണ് കേട്ടോ. നമുക്ക് ഇവിടുന്ന് ഡ്രിഫ്റ്റ് ചെയ്തങ്ങ് കാറ് വരെ എത്തിയേക്കാം. അപ്പോൾ ഇനിയിപ്പോൾ നൈസായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ചിയേഴ്സ്. നമ്മുടെ ഡ്രിഫ്റ്റ് സ്ട്രൈക്ക് റെഡി ആയിട്ടുണ്ട്. പോയി മറിഞ്ഞു പോയി.